മാതാജിയുടെ അമ്മ നാട്ടിലാണോ, കേരളത്തിലാണോ? അതെ അതെ, കൊല്ലത്ത്. ഓ, അത് ശരി. ഓക്കെ ഓക്കെ. അമ്മക്ക് ഭയങ്കര വഴക്കായിരുന്നു. ഞാന് വീട്ടിന്ന് സമ്മതം ഇല്ലാതെ വന്നയാണ്. അപ്പം അതെല്ലാവരും അങ്ങനെയായിരിക്കും. ഈ പ്രായത്തിലൊക്കെ പോകുമ്പോ എല്ലാവരും ഒബ്ജക്ട് ചെയ്യും, അത് സംശയമൊന്നുമില്ല. അപ്പൊ പിന്നെ ഇപ്പം ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ലിങ്ക് ഒക്കെ അയച്ചു കൊടുക്കും. ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട് ജപത്തിലൊക്കെ പങ്കെടുക്കാൻ. അത് ശരിയാ. പക്ഷെ എന്താണ് മാതാജിക്ക് അങ്ങനെ തോന്നാൻ കാരണം, പ്രത്യേകിച്ച് ഇങ്ങനെ ആ, കൃഷ്ണ കോൺഷ്യസിലേക്ക് വരണം എന്ന്? അതെന്ന് വെച്ചാല് ഞാൻ പുസ്തകം വായിച്ചു, ഭഗവത്ഗീത. അത് ശരി. അപ്പൊ ശ്രീല ഭഗവത്ഗീതയാണ് അതിന്റെ പ്രചോദനം. അതെ അതെ. വായിച്ചപ്പോ അതാണ് ശരിയെന്ന് തോന്നി. അപ്പൊ അല്ല, ഭഗവത്ഗീത ഒക്കെ വായിക്കുന്നവർ മുഴുവൻ ഇപ്പൊ കൃഷ്ണ കോൺഷ്യസിലേക്ക് വന്നോളണം അങ്ങനെയല്ലല്ലോ. അങ്ങനെ വരണമെന്നില്ല, പക്ഷേ എനിക്കങ്ങനെ തോന്നി. അല്ല, അതല്ല, അവിടെ ആരെങ്കിലും പ്രഭാഷണം കേൾക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിണ്ടോ ചോദിക്കാം. എന്താണ്? അവിടെ മാതാജി ഉള്ള സ്ഥലത്തെ കൊല്ലത്ത് ആരെങ്കിലും പ്രഭാഷണങ്ങൾ നടത്തി അത് കേട്ടിട്ട് അതിൽ ആകർഷ്ടമായിട്ട് പോയതാണോ ചോദിക്കാം. അല്ലല്ല, ഞാൻ പുസ്തകം വായിച്ചതേ ഉള്ളൂ. ഓ, അത് ശരി. പുസ്തകം എനിക്ക് കിട്ടി, അത് വായിച്ചു. അപ്പോൾ ഇസ്കോണായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അവിടെ ജഗത് പ്രഭു ആയിരുന്നു അന്നേരം അവിടുത്തെ ടെമ്പിൾ പ്രസിഡന്റ്, ആ തിരുവനന്തപുരം. ആ അപ്പോൾ പ്രഭു എനിക്ക് കുറച്ച് പുസ്തകങ്ങളൊക്കെ തന്നു. ആ എനിക്ക് അന്നേരം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. എൻ്റെ കയ്യിൽ അങ്ങനെ നമുക്ക് പൈസ ഒന്നുമില്ല, ഏണിങ്സ് ഒന്നുമില്ല. അതെ. എന്നാലും ചെറിയ രീതിയിൽ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും എന്താണ്, പുസ്തകങ്ങളൊക്കെ വാങ്ങിക്കാനും മാത്രം ഒന്നും ഇല്ല. ആ ആ പക്ഷെ ജഗത് പ്രഭു എനിക്ക് ഫ്രീ ആയിട്ട് കുറേ പുസ്തകമൊക്കെ തന്നു. അത് ശരി. ഞാൻ അങ്ങനെ അവിടെ പോവുമായിരുന്നു. ഓ, പിന്നെ വീട്ടിലറിഞ്ഞു ഇങ്ങനെ ഞാൻ ഇത്തിരി ഡീവിയേറ്റഡ് പോകുന്നതായിട്ട്. ആണെന്ന് മനസ്സിലായപ്പം പിന്നെ വീട്ടിൽ പ്രശ്നമായി. അത് ശരി. അല്ല, അത് സ്വാഭാവികമാണ്. അത് എല്ലാ ഗുരുക്കന്മാരും പറയാറുണ്ട്, ഏറ്റവും ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വീട്ടിൽ നിന്നാണ്. അതെ. ഇന്ന് നമ്മളുടെ ചർച്ചാ വിഷയം എന്താ? ഇന്ന് നമ്മൾ എന്താണ് അദ്വൈത സിദ്ധാന്തത്തെ അംഗീകരിക്കാത്തത്. നമ്മൾ ഓ, ദ്വൈതമാണ്, എന്താണ് അത് അത് അങ്ങനെ. ശരി. ഓക്കെ ഓക്കെ. സുന്ദർ ഗൗർ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു, പ്ലീസ് accept my humble obeisances. All glories to Srila Prabhupada. Mine too, obliged to Prabhupada. ഹരേ കൃഷ്ണ പ്രഭു. Hare Krishna, how are you? I'm fine, sir. Nice to be with all of you again. Thank you. Yeah. Waiting for more people to come. Yes, yes, Prabhu. We can wait for 5 minutes. So how are you, Mr. Nair? Prabhu, with your grace, I'm fine. What are you working as? Sorry? What are you working as? No, Prabhu, I'm retired life now. What? Retired. I am on retired life. Retired life. Oh. What were you doing before? I was working in UAE, United Arab Emirates, in the customs department. Oh. How old are you now? I'm more than 60. 61. Yeah, 61. correct. I'm 66. Older than you, huh? Only slight difference.
And how many children you have? Only one. Oh, also in UAE? No, she's in Singapore. Oh, Singapore. Oh, really? Where? Simei. Oh, what's she doing here? Married. She's married and she's working too. Working, huh? What's she doing Yeah. here? She's in HR. HR. Oh, HR department. Yeah. which company is that? Uh, One solutions. I don't remember the full name. Oh, you can ask her to visit our temple. Which area is your temple? Hmm? In which area your temple? Gelang, where she's staying is nearby. One. She's in Simei. Not far away from here. Yeah. Anyway, she's coming over here, so I'll tell her to come and meet you next time when she return from here. Hmm. Can tell her our temple address, no? Yeah. Mataji, you know the address? Yeah, temple address I will send you. Okay. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? Okay. Okay. नम ओम विष्णु Namawo. ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाघया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकम् वन्देऽहं श्रीगुरो श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिकान्द राधाकान्द नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपासिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः नम ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषा शून्यवादी पाश्चात्यदेशधारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे हरे So thank you very much for inviting me to your wonderful association. All God is Prabhupada. ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാനായിട്ട് പ്രഭുവിനെ ക്ഷണിച്ചതിൽ പ്രഭുവിന് വളരെ സന്തോഷമുണ്ട്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. So
What's the question here? We have question or something to discuss. Why Vaishnavas are not accepting Advaita philosophy? Hmm. Why the Vaishnavas not accepting the Advaita philosophy? Huh? Yes. So, what is the Advaita philosophy all about? We liberation means we will become one with the Supreme. You become one with the Yeah. God. So firstly, we have to understand that God is realized in this three aspects. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ആ പരമസത്യത്തെ സാക്ഷാത്കരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 തരത്തിലാണ്. Can you go Bhagavatam 1-11? You have that translation? ഭാഗവതം is not with me. Verse number, Prabhu? You can go to 1-11. Yes, Prabhu. Okay, you can read that and translate to Malayalam if possible. Transcendentalist who know the absolute truth, called this non-dual substance Brahman, Paramatma or Bhagavan. അപ്പോൾ And translate. yes, Prabhu. അപ്പോൾ എന്താണ് പരമസത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പരമസത്യത്തെ അറിയുന്നത്, അതീന്ദ്രിയവാദികൾ അറിയുന്നത് 3 തരത്തിലാണ്. ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ. ഈ 3 തരത്തിലാണ്. Translate the purport. They can read also. You can ask them to read. The absolute truth is both subject and object. No. You take it and translate it. No need for reading in English. Okay. പരമസത്യം വിഷയവും വസ്തുവുമാണ്. അവിടെ ഗുണപരമായ വ്യത്യാസമില്ല. അതിനാൽ ബ്രഹ്മാവും പരമാത്മാവും ഭഗവാനും ഗുണപരമായി ഒന്ന് തന്നെയാണ്. ഉപനിഷത്ത് വിദ്യാർത്ഥികൾ അവ്യക്തമായ ബ്രഹ്മമായും ഹിരണ്യഗർഭന്മാരായോ യോഗികളായോ പ്രാദേശികവൽക്കരിച്ച പരമാത്മാവായും ഭക്തർ ഭഗവാനായും സാക്ഷാത്കരിക്കുന്നത് ഇതേ വസ്തുവാണ്.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരമമായ സത്യത്തിൻ്റെ അവസാന വാക്കാണ് ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ്റെ വ്യക്തിത്വം. പരമാത്മാവ് ഈശ്വരൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗികമായ പ്രതിനിധാനമാണ്. സൂര്യരശ്മികൾ സൂര്യദേവന് എന്നതുപോലെ ആൾദൈവത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ജ്വലിക്കുന്ന പ്രകാശമാണ് വ്യക്തിത്വമില്ലാത്ത ബ്രഹ്മം. ആൾദൈവം എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രാൻസ്ലേഷൻ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ആൾദൈവം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ആ രൂപമുണ്ട്, മനസ്സിലായ? ആ രൂപമുള്ള ദൈവം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആൾദൈവം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ ആ രൂപമുള്ള ദൈവത്തിൻ്റെ ആ രൂപത്തിൻ്റെ പ്രകാശമാണ് വ്യക്തിത്വമില്ലാത്ത ബ്രഹ്മം. മേൽപ്പറഞ്ഞ സ്കൂളുകളിലെയും ബുദ്ധി കുറഞ്ഞ വിദ്യാർത്ഥികൾ ചിലപ്പോൾ സ്വന്തം തിരിച്ചറിവിന് അനുകൂലമായി വാദിക്കുന്നു. എന്നാൽ പരമസത്യത്തിൻ്റെ പൂർണ്ണ ദർശകരായവർക്ക് ഒരു കേവല സത്യത്തിൻ്റെ മേൽപ്പറഞ്ഞ 3 സവിശേഷതകളും വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള വ്യത്യസ്ത വീക്ഷണങ്ങളാണെന്ന് നന്നായി അറിയാം. അപ്പോൾ ഈ 3 തരത്തിൽ പരമസത്യത്തെ അറിയാം. അപ്പോൾ ഈ അദ്വൈതവാദികളെന്ന് പറഞ്ഞാൽ അവരും ഭഗവാനെ അറിയുന്നുണ്ട്. അവരാ പ്രകാശത്തെ മാത്രമാണ് അറിയുന്നത്, ആ രൂപത്തെ അറിയുന്നില്ല. ഭാഗവതത്തിൻ്റെ 1-ാം അധ്യായത്തിലെ ആദ്യ ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നത് പോലെ പരമസത്യം സ്വയം പര്യാപ്തവും ജ്ഞാനവും ആപേക്ഷികതയുടെ മിഥ്യാധാരണയിൽ നിന്ന് മുക്തവുമാണ്. ആപേക്ഷിക ലോകത്ത് അറിയുന്നവൻ അറിയപ്പെടുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ കേവല സത്യത്തിൽ അറിയുന്നതും അറിയപ്പെടേണ്ടതും ഒന്ന് തന്നെയാണ്. ആപേക്ഷിക ലോകത്ത് അറിയുന്നവൻ ജീവനുള്ള ആത്മാവ് അല്ലെങ്കിൽ ഉയർന്ന ഊർജമാണ്. അതേസമയം അറിയപ്പെടുന്നത് നിഷ്ക്രിയ ദ്രവ്യമോ താഴ്ന്ന ഊർജമോ ആണ്. അതിനാൽ താഴ്ന്നതും ഉയർന്നതുമായ ഊർജത്തിൻ്റെ ദ്വിത്വമുണ്ട്. എന്നാൽ കേവല മണ്ഡലത്തിൽ അറിയുന്നവനും അറിയാവുന്നവനും ഒരേ ഉയർന്ന ഊർജമാണ്. പരമോന്നത ഊർജ്ജസ്വലമായ 3 തരം ഊർജങ്ങളുണ്ട്. ഊർജവും തമ്മിൽ വ്യത്യാസമില്ല, എന്നാൽ ഊർജത്തിൻ്റെ ഗുണനിലവാരത്തിൽ വ്യത്യാസമുണ്ട്. ഊർജത്തിൻ്റെ സ്രോതസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഊർജത്തിൻ്റെ സ്രോതസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്, എന്നാൽ ഊർജത്തിൻ്റെ ഗുണനിലവാരത്തിൽ വ്യത്യാസമുണ്ട്. കേവലമായ മണ്ഡലവും ജീവജാലങ്ങളും ഒരേ ശ്രേഷ്ഠമായ ഊർജമാണ്. എന്നാൽ ഭൗതിക ലോകം താഴ്ന്ന ഊർജമാണ്. താഴ്ന്ന ഊർജവുമായി സമ്പർക്കം പുലർത്തുന്ന ജീവജാലം താൻ അധമ ഊർജത്തിൽപ്പെട്ടവനാണെന്ന് കരുതി മിഥ്യാധാരണയിലാണ്. അതിനാൽ ഭൗതിക ലോകത്ത് ആപേക്ഷികതാ ബോധമുണ്ട്. കേവലമായതിനാൽ അറിയുന്നവനും അറിയാവുന്നവനും തമ്മിൽ അത്തരം വ്യത്യാസമില്ല. അതിനാൽ അവിടെ ഉള്ളതെല്ലാം കേവലമാണ്. ഒന്നും മനസ്സിലായില്ല എന്നെനിക്കറിയാം. ഞാനത് ഒന്ന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇവിടെ എന്ന് പറഞ്ഞാൽ പരമസത്യം എന്ന് പറയുന്നത് ബ്രഹ്മാവ്. What, Prabhu? You finished reading? I finished, but the language is very tough, Prabhu. Malayalam. Okay, never mind. No problem. Okay, you just translate, okay? Huh? Yeah, I will simplify and say, Prabhu, what it means. No need. I will repeat, you translate, okay? Okay. So now God is understood in 3 ways. God has got one called Brahman, which is his effulgence. Morning. 2, he is situated in the heart of everybody as Paramatma. ഓക്കെ, അപ്പോൾ ദൈവത്തെ നമ്മൾ അറിയുന്നതെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, പരമാത്മാവ്, ഭഗവാൻ എന്നീ രീതികളിലാണ്, 3 തലത്തിലാണ് നമ്മൾ ഭഗവാനെ അറിയുന്നത്. അതിൽ പരമാത്മാവ് എന്ന് പറയുന്ന ആ രീതിയിൽ നമ്മൾ അറിയുമ്പോൾ പരമാത്മാവ് നമ്മളുടെ ഹൃദയത്തിലെല്ലാം ഇരിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിലുള്ളതാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. So, of course, then you have God himself, in his personal form. അപ്പോൾ പരമാത്മാവ് നമ്മളുടെ ഹൃദയത്തിലുമുണ്ട്, അതുപോലെ തന്നെ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തോടു കൂടിയുമുണ്ട്. So to understand this, you can see the example is given of the sun, the sunshine, and the sun god.
അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സൂര്യൻ്റെ ഉദാഹരണം നമുക്ക് എടുക്കാം. സൂര്യനും സൂര്യപ്രകാശവും അതുപോലെ തന്നെ സൂര്യദേവനും ആ ഉദാഹരണമാണ് പറയുന്നത്. So the sun light is called the Brahman, the light of the sun. ഓക്കെ, അപ്പോൾ ബ്രഹ്മപ്രകാശം എന്ന് പറയുന്നത് എന്താണ്? സൂര്യന്റെ പ്രകാശത്തോട് നമുക്ക് ഉപമിക്കാം. സൂര്യന്റെ പ്രകാശമാണ് ആ ബ്രഹ്മം എന്ന് പറയുന്നത്. And the person, the sun planet, one who knows the sun planet will understand the sunshine and the sun planet. And the sun planet is depicted as Paramatma. But Prabhu, once more. Then you have the sun planet which is giving the sunshine, correct? Yes, yes. So that sun planet understanding is like Paramatma understanding. Sun planet, then that is Bhagavan. Is it Bhagavan understanding, Prabhu? Sun planet. No, it's Paramatma understanding. അപ്പോൾ അവിടെ ആ സൂര്യഗ്രഹത്തെ എന്തായിട്ട് നമ്മൾ മനസ്സിലാക്കണം? സൂര്യഗ്രഹമാണ് ഭഗവാൻ എന്ന് പറയുന്നത്. No, Paramatma. സോറി, പരമാത്മ. Suryagraham is Paramatma, not Bhagavan. സൂര്യഗ്രഹമാണ് പരമാത്മ എന്ന് പറയുന്നത്. And then the sun god inside the planet, that is Bhagavan realization. ആ സൂര്യഗ്രഹത്തിനുള്ളില് ആരുണ്ട്? സൂര്യദേവനുണ്ട്. ആ സൂര്യദേവനെ അറിയുന്നതാണ് ഭഗവാൻ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. So if someone say God is Brahman, they're not wrong, but they are referring to the effulgence coming from God. ആരെങ്കിലും ഭഗവാൻ എന്ന് പറയുന്നത് ബ്രഹ്മമാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവർ പറയുന്നത്? തെറ്റല്ല. കാരണം അവർ കാണുന്നത് ആ പ്രകാശത്തെ മാത്രമാണ്. അവർ പറയുന്നത് ആ പ്രകാശത്തെ കുറിച്ചാണ്. Anybody can understand light has a source, no? അതെ, അപ്പോ ഇവിടെ മനസ്സിലാക്കാവുന്ന ലളിതമായിട്ടുള്ള ഒരു വസ്തുതയാണ്, ഏതൊരു പ്രകാശത്തിനും ഒരു പ്രകാശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്രോതസ് ഉണ്ടായിരിക്കും. So can you go to Bhagavad Gita chapter 14 text 26? ഭഗവത്ഗീത 14:26. Sorry, 14:27. 14:27. Those who have their Bhagavad Gita in Malayalam, you can see the board, you can see the screen here. Yes. Can see? Malayalam is here, Prabhu. You can see here 14:27 verse. Yes. Brahmano he pratistaham. Amartasya avyasyasya cha sasvattasya cha dharmasya sukasya akantikasya cha. You can read the translation. Okay. അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഭഗവത്ഗീത അധ്യായം 14 ശ്ലോകം 27. You have in Malayalam this one purport. Yes, Prabhu. You can ask someone to read, they can read. ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടോ? ഓ, വായിക്കാലോ. കൃഷ്ണ വായിക്കാം. ഓക്കെ, വായിച്ചോളൂ. സുഭദ്ര. ഓക്കെ, ശ്ലോകം വായിക്കണം മാതാജി? ശ്ലോകം വായിക്കാം. വേണ്ട, ഇത് ഈ അമൃതവും അക്ഷയവും ശാശ്വതവും ആത്യന്തിക സുഖത്തിന്റെ മൂലസ്ഥാനവുമായ വ്യക്തിശൂന്യ ബ്രഹ്മത്തിന്റെ അടിസ്ഥാനവും ഞാൻ തന്നെ. ഭാവാർത്ഥം:
ബ്രഹ്മത്തിന്റെ നൈസർഗിക സ്വഭാവങ്ങളാണ് അമൃതത്വവും അക്ഷയത്വവും ആനന്ദവും. അതീന്ദ്രിയ സാക്ഷാത്കാരത്തിന്റെ ആരംഭമാണ് ബ്രഹ്മൻ. പരമാത്മാവ് അതിന്റെ മധ്യാവസ്ഥയും, അതായത് രണ്ടാം ഘട്ടവും. പരമപുരുഷനായ ഭഗവാൻ നിരപേക്ഷ തത്വത്തിന്റെ അന്തിമ സാക്ഷാത്കാരവും. പരമാത്മാവും വ്യക്തിശൂന്യ ബ്രഹ്മവും ഭഗവാനിൽ അധിഷ്ഠിതമാണ്. പരമപുരുഷന്റെ അധമ ശക്തിയുടെ ആവിഷ്കാരമാണ് ഭൗതിക പ്രക്രിയ. 7-ാം അധ്യായത്തിൽ ആ അധമമായ ഭൗതിക പ്രകൃതിയിൽ ഭഗവാൻ ഉത്തമ പ്രകൃതിയുടെ അംശങ്ങളെ നിക്ഷേപിക്കുന്നു. അതാണ് സുഭദ്ര മാതാജി. ഹരേ കൃഷ്ണ. മാതാജി വായിച്ചു. ഭൗതിക പ്രകൃതിക്ക് അധീനമായ ജീവസത്ത ആധ്യാത്മിക ജ്ഞാനം വളർത്താൻ തുടങ്ങുമ്പോൾ ഭൗതികാസ്തിത്വത്തിന്റെ അവസ്ഥയിൽ നിന്ന് സ്വയം ഉയർന്ന് ക്രമേണ ഭഗവാന്റെ ബ്രഹ്മം എന്ന സങ്കല്പത്തിൽ എത്തുകയാണ് ചെയ്യുന്നത്. ആത്മസാക്ഷാത്കാരത്തിന്റെ ആദ്യ സോപാനമാണ് ഈ ബ്രഹ്മഭാവന പ്രാപ്തി. ഇവിടെ ബ്രഹ്മജ്ഞാനി ഭൗതികതയ്ക്ക് അതീതനാണ്. എന്നാൽ ബ്രഹ്മസാക്ഷാത്കാരം ശരിക്കും പൂർണ്ണമല്ലതാനും. വേണമെങ്കിൽ അതേ നിലയിലിരുന്നു കൊണ്ട് പരമാത്മ സാക്ഷാത്കാരത്തിലേക്കും പിന്നീട് ഭഗവത് സാക്ഷാത്കാരത്തിലേക്കും ക്രമേണ ഉയരാം. വൈദിക സാഹിത്യത്തിൽ ഇതിനേറെ ഉദാഹരണങ്ങളുണ്ട്. 4 കുമാരന്മാർക്ക് ആദ്യം പരമസത്യത്തെക്കുറിച്ച് ബ്രഹ്മം എന്ന സങ്കല്പമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അവർ ക്രമേണ ഭക്തിഭരിതമായ ഭഗവത് സേവനത്തിലേക്ക് ഉയർന്നു. വ്യക്തിശൂന്യ ബ്രഹ്മസങ്കല്പത്തിന് അപ്പുറം എത്താൻ സാധിക്കാത്തവർക്ക് വീഴ്ച പറ്റിയേക്കാം. വ്യക്തിശൂന്യ ബ്രഹ്മത്തോളം എത്തിയാലും പിന്നീട് മുന്നോട്ട് നീങ്ങാതെയും പരമ പുരുഷനെ കുറിച്ച് വിവരമില്ലാതെയും ഇരിക്കുന്നവരുടെ ബുദ്ധി പൂർണ്ണമായും ശുദ്ധമല്ല എന്ന് ഭാഗവതം പറയുന്നു. അതുകൊണ്ട് ബ്രഹ്മതലത്തിൽ എത്തിയവർക്കും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാതിരുന്നാൽ വീഴ്ച പറ്റാം. വൈദിക ഭാഷയിൽ ഇങ്ങനെയും പറയുന്നുണ്ട്: രസോ വൈസ രസം ഹ്യേവായം ലബ്ധ്വാനന്ദീ ഭവതി. ആനന്ദ സംഭരണിയാണ് കൃഷ്ണൻ. അവിടുത്തെ അറിഞ്ഞവർ യഥാർത്ഥത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. കടൈശ്വര്യ സമ്പന്നനാണ് കൃഷ്ണൻ. ഭക്തൻ അവിടത്തെ സമീപിക്കുമ്പോൾ ഈ 6 ഐശ്വര്യങ്ങളുടെ കൈമാറ്റം ഉണ്ടാകുന്നു. സേവകനും ഏതാണ്ട് രാജാവിനെ പോലെ സുഖം അനുഭവിക്കുന്നു. ഭക്തിയുത സേവനത്തോടൊപ്പം ശാശ്വതമായ ആനന്ദവും ശാശ്വതമായ ജീവിതവും ഉണ്ടാകുന്നു. ഭക്തിയുത സേവനത്തിൽ ബ്രഹ്മസാക്ഷാത്കാരവും ശാശ്വതത്വവും അക്ഷയത്വവും ഉൾക്കൊള്ളുന്നു. ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്ന ഭക്തന് ഇവയെല്ലാം സിദ്ധമാകുന്നു. പ്രകൃത്യ ബ്രഹ്മം തന്നെ ആണെങ്കിലും ജീവസത്തയ്ക്ക് ഭൗതിക ലോകത്തെ കീഴടക്കണമെന്ന ആഗ്രഹമുണ്ട്. ഇതാണ് തന്റെ അധപ്പതനത്തിന് കാരണം. വാസ്തവത്തിൽ ജീവസത്ത പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്. ഭൗതിക പ്രകൃതിയോടുള്ള സമ്പർക്കമാണ് അതിന് സത്വരജസ് തമോ ഗുണങ്ങളിൽ കുടുക്കുന്നത്. ഈ ത്രിഗുണങ്ങളോടുള്ള ബന്ധം കൊണ്ടാണ് ഭൗതിക ലോകത്തെ കീഴടക്കണമെന്ന ആഗ്രഹം ജീവന് ഉണ്ടാകുന്നത്. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടാൽ ഉടനെ അതീന്ദ്രിയാവസ്ഥയിലെത്താം. കൃഷ്ണൻ ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന നിയമവിരുദ്ധമായ ആഗ്രഹം നീങ്ങുകയും ചെയ്യും. ഭക്തിയുത സേവന സാക്ഷാത്കാരത്തിനായി ഭക്തന്മാരുമായി സഹവസിച്ചുകൊണ്ട് ശ്രവണം, കീർത്തനം, സ്മരണം മുതലായ 9 ഭക്തി സാധനകൾ അനുഷ്ഠിക്കണം. ഇത്തരം സഹവാസം കൊണ്ട് ക്രമേണ ആധ്യാത്മിക ആചാര്യന്റെ പ്രേരണാഫലമായി പ്രകൃതിയെ ജയിക്കണമെന്ന ഭൗതിക വാഞ്ച അടങ്ങും. അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിൽ മനസ്സ് ഉറയ്ക്കും. ഈ പ്രക്രിയയെ പറ്റിയാണ് ഇവിടെ 22-ാം ശ്ലോകം മുതൽ വിവരിച്ചിട്ടുള്ളത്. അത്യന്തം ലളിതമാണ് ഭഗവത് ഭക്തി സേവനം. എപ്പോഴും കൃഷ്ണനെ സേവിക്കുന്നതിൽ നിരതനായിരിക്കണം. ഭഗവാന് നിവേദിച്ചതേ ഭക്ഷിക്കാവൂ. തൃപ്പാദങ്ങളിൽ അർപ്പിക്കപ്പെട്ട പൂക്കളുടെ ഗന്ധം നുകരണം. കൃഷ്ണൻ തന്റെ ദിവ്യലീലകൾ നടത്തിയ സ്ഥലങ്ങൾ സന്ദർശിക്കുകയും ഭഗവാന്റെ ലീലകളെയും ഭക്തന്മാരിൽ അദ്ദേഹം എത്രമാത്രം കാരുണ്യം ചൊരിയുന്നുവെന്ന് വ്യക്തമാക്കുന്ന സംഭവങ്ങളെ വായിച്ചറിയുകയും അതീന്ദ്രിയ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം സദാ ഉരുവിടുകയും വേണം. ഭഗവാന്റെയും അവിടുത്തെ ഭക്തന്മാരുടെയും ആവിർഭാവം, തിരോഭാവം എന്നിവ ആഘോഷിക്കുന്ന ദിവസങ്ങളിൽ ഉപവസിക്കുകയും വേണം. ഇങ്ങനെ ജീവിച്ചാൽ എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും മുക്തനാവാം. ഈ വ്രതമനുഷ്ഠിച്ച് ബ്രഹ്മജ്യോതിയിലോ ബ്രഹ്മാനുഭൂതിയിലോ മറ്റേതെങ്കിലും തലത്തിലോ നിലയുറപ്പിക്കുന്ന ഭക്തൻ ഗുണം കൊണ്ട് ഭഗവത് സദൃശ്യനത്രേ. ശ്രീഹരയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. So here you can see from this verse that this light, this Brahman, that most of these people who meditate on the Jyoti, they call it Brahma Jyoti, this is the Advaita philosophy. They believe that God is ultimately light. ഇപ്പോൾ അദ്വൈത തത്വം പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറയുന്നത് ഒരു പ്രകാശം മാത്രമാണ്, ബ്രഹ്മജ്യോതിയാണ് എന്നാണ് പറയുന്നത്. So this light in this verse, Krishna says, coming from me. അപ്പോൾ ഈ Aham Brahmano Pratistaham. Aham in Sanskrit means from me. Brahmana means this light. Pratistaha means coming from. അപ്പോൾ ഈ ഒരു ശ്ലോകത്തിൽ എന്താണ് പറയുന്നത്? ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രകാശത്തെയാണ് പറയുന്നത്. ആ ഒരു പ്രകാശം പ്രതിഷ്ഠാഹം എന്ന് പറയുന്നത് എന്താണ്? എന്നിൽ നിന്ന് എന്നാണ് സൂചിപ്പിക്കുന്നത്. അഹം പ്രതിഷ്ഠാഹം, അഹം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന്. അപ്പോൾ ആ പ്രകാശം വരുന്നത് എന്നിൽ നിന്നാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നത്. So this light they are all meditating on, it is actually coming from the body of Krishna. അപ്പോൾ ഈ അദ്വൈതവാദികള് എന്തിലാണ് മനസ്സിനെ ഏകാഗ്രമാക്കുന്ന, എന്താണ് ധ്യാനിച്ചിരിക്കുന്ന ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് കൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ പ്രകാശത്തിലാണ് അവർ മനസ്സ് ഉറപ്പിച്ചിരിക്കുന്നത്, അവർ ധ്യാനിച്ചിരിക്കുന്നത്. Simple example, you can see the sky is blue in color. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ ഈ കാണുന്ന ആകാശം എന്ന് പറയുന്നത് എന്താണ്? നീല നിറത്തിലുള്ളതാണ്. Why not red color, green color, black color? Why blue color? എന്തുകൊണ്ടാണ് ആകാശത്ത് നമ്മൾ എപ്പോഴും നീല നിറത്തിൽ മാത്രം കാണപ്പെടുന്നത്? എന്തുകൊണ്ടാണ് അതിന് എന്താണ് ചുവപ്പ് കളറോ മഞ്ഞ കളറോ വേറെ കളറൊന്നും വരാത്തത് എന്തുകൊണ്ടാണ്? കറുപ്പ് കളറോ ഒന്നും വരാത്തത് എന്തുകൊണ്ടാണ്? Why you not in any other color but blue color? എന്തുകൊണ്ടാണ് ആ നീല കളറിൽ മാത്രം അത് കാണപ്പെടുന്നത്? Because Krishna's body is blue, so therefore the light coming from him is also blue color. അതിന്റെ കാരണം എന്ന് പറയുന്നത് കൃഷ്ണന്റെ ശരീരം എന്ന് പറയുന്ന ശരീരത്തിന്റെ നിറം എന്താണ്? ആ നീല കളറാണ്. ആ ഒരു ശരീരത്തിൽ നിന്ന് വരുന്ന പ്രകാശവും അപ്പോ എന്താണ് ആ കളറിൽ തന്നെ ആയിരിക്കും വരിക. Common sense. അതൊരു നമ്മളുടെ സാമാന്യ ബുദ്ധിയാണ്. The light cannot exist on its own. There must be somewhere the source. It must come from some source. That's intelligence. അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു പ്രകാശം ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രകാശത്തിന് ഒരു സ്രോതസ്സും ഉണ്ടായിരിക്കും. Yes? Yes, Prabhu. In fact, there's another verse. He says, Yasha Prabha Prabhavato Jagadanda Koti Swasesa Vasudhadi Vibhuti Binam Tad Brahmaniskalam Ananta Asesa Bhutam Govindamadi Purusham Maham Bhajami. You can take out this verse, huh? Yasha Prabha. Anyway, you show the Yasha Prabha, from my body, and this light that is coming, Yasha Prabha, Prabhavato Jagadanda Koti. This light is going not only here, everywhere in the whole universe, or universes. പ്രഭു പറയുന്നത് ബ്രഹ്മസംഹിതയിലെ ബ്രഹ്മാവിന്റെ പ്രാർത്ഥനാ ശ്ലോകമാണ്. ബ്രഹ്മസംഹിതയിലെ ഒരു ശ്ലോകമാണ്. അതിൽ പറയുന്നുണ്ട് യസ്യ പ്രഭ എന്ന് പറയുന്നുണ്ട്. യസ്യ പ്രഭ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രകാശം, എന്നിൽ നിന്നും വരുന്ന പ്രകാശം
Next verse, Prabhu. Yasya Prabha. It's my light is going all over the universes, universes, not only here. അർത്ഥം എന്ന് പറയുന്നത് ജഗദണ്ഡ കോടി എന്ന് വെച്ചാല് ആ പ്രപഞ്ചങ്ങളിലെല്ലാം നിറയുന്ന പ്രകാശം എന്നിൽ നിന്നും വരുന്നതാണ് എന്നാണ് കൃഷ്ണൻ പറയുന്നത്. So you can understand that this is Brahma Samhita 540, yeah? 540. Anyway, never mind, because the translation will be a little thicker. So you can see that how everything is pervading from Krishna's body. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എല്ലാത്തിന്റെയും സ്രോതസ് എന്ന് പറയുന്നത് കൃഷ്ണന്റെ ശരീരം തന്നെയാണ്. So Arjuna was asking this question. Can you go to Bhagavad Gita 12:1? 12:1. 12:1. Yes, Prabhu. Can I... Yes, Prabhu. I took it. Can you read that? Yes, Mridul Vishnu. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വായിക്കാമോ? ഓക്കെ പ്രഭു, ഞാൻ വായിക്കാം. ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരം അവ്യക്തം തേഷാം യോഗവിത്തമാഃ. അർജുനൻ ചോദിച്ചു, എല്ലാ സമയവും അങ്ങയുടെ ഭക്തി സേവനത്തിൽ തന്നെ ഉചിതമായി ഏർപ്പെട്ടു പോരുന്നവരോ അതോ പ്രത്യക്ഷമല്ലാത്ത അവ്യക്ത ബ്രഹ്മത്തെ ഉപാസിക്കുന്നവരോ ആരാണ് കൂടുതൽ പരിപൂർണതയുള്ളവർ? So you see, this question is asked. Who is more perfect? The one who worships this light, Brahman, in personal Brahman, or the one who worships you in your form in devotional service? അപ്പോ അർജുനൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, ഭക്തിയുടെ സേവനത്തിലൂടെ അങ്ങയെ നേരിട്ട് ആരാധിക്കുന്നവരാണോ അതോ അങ്ങയിൽ നിന്നും പ്രത്യക്ഷമല്ലാത്ത അവ്യക്ത ബ്രഹ്മത്തിൽ എന്ന് പറഞ്ഞാൽ, അവ്യക്ത ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്ന് വരുന്ന ആ പ്രകാശത്തെ ഉപാസിക്കുന്നവരാണോ, ആരാണ് കൂടുതൽ പരിപൂർണതയുള്ളവരെന്ന് അർജുനൻ ചോദിക്കുകയാണ് കൃഷ്ണനോട്. Next verse, huh? ശ്രീ ഭഗവാൻ ഉവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്താ ഉപാസതേ ശ്രദ്ധയാ പരയോ വേദാസ്തേ മേ യുക്തതമാ മത. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, എൻ്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുന്നതിൽ മുഴുകിയിരിക്കുന്നവരാണ് ഏറ്റവും പരിപൂർണതയുള്ളവരെന്ന് ഞാൻ കരുതുന്നു. Very clear here. Direct question. Either the worship of this light, this Brahman thing that most of these Advaita people are saying, or worshipping the Bhagavan form. And Krishna here is saying very clearly. Is it clear? അപ്പോൾ ഇവിടെ കൃഷ്ണൻ തന്നെ പറയുകയാണ്, പരമദിവ്യോത്തമ പുരുഷൻ തന്നെ പറയുകയാണ്, എൻ്റെ വ്യക്തിരൂപത്തിൽ തന്നെ മനസ്സുറപ്പിച്ച് അതീന്ദ്രിയമായ ദൃഢവിശ്വാസത്തോടെ എല്ലായ്പ്പോഴും എന്നെ ആരാധിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ആരാധനയിൽ മുഴുകിയിരിക്കുന്നവരാണ് പൂർണ്ണരായിട്ടുള്ളവരെന്നാണ് പറയുന്നത്. Can you read the translation? തൻ്റെ വ്യക്തിരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രീകരിച്ച് ഭക്തിശ്രദ്ധകളോടെ ആരാധിക്കുന്നവരാണ് യോഗത്തിൽ പൂർണ്ണത കൈവരിച്ചവരെന്ന് അർജുനന്റെ ചോദ്യത്തിന്
വ്യക്തമായി കൃഷ്ണൻ ഉത്തരം നൽകുന്നു. അങ്ങനെ കൃഷ്ണാവബോധമുറച്ച ഒരാൾക്ക് ഭൗതിക പ്രവർത്തനങ്ങളില്ല. അയാൾ എല്ലാം കൃഷ്ണാർപ്പണമായാണ് ചെയ്യുന്നത്. ശുദ്ധ ഭക്തൻ എല്ലായ്പ്പോഴും കൃഷ്ണോപാസനയിൽ ഏർപ്പെട്ടിരിക്കും. ചിലപ്പോൾ അയാൾ ജപിക്കുന്നു, കൃഷ്ണനെക്കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ ചെയ്യുന്നു. ചിലപ്പോൾ പ്രസാദം പാകം ചെയ്യുന്നു, ചന്തയിൽ പോയി കൃഷ്ണന് വേണ്ട സാധനങ്ങൾ വാങ്ങുന്നു. ചിലപ്പോൾ ക്ഷേത്രമോ പാത്രങ്ങളോ കഴുകി വെടിപ്പാക്കുന്നു. എന്തു തന്നെ ചെയ്യുന്നതും കൃഷ്ണന് വേണ്ടിയാണ്. കൃഷ്ണൻ അർപ്പിക്കപ്പെടാത്ത കർമ്മങ്ങളിൽ ഏർപ്പെട്ട ഒരു നിമിഷം പോലും അയാൾ പാഴാക്കുകയില്ല. ഇപ്രകാരമുള്ള പ്രവർത്തനം തന്നെയാണ് ശരിയായ സമാധി. Finished, Prabhu? Yes, Yes. yes. Yes, Prabhu. Can you go reading the number 5? Chapter 5. No, 12:5. Slogan. 12. ക്ലേശോദികരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. പരമപുരുഷന്റെ അവ്യക്തവും വ്യക്തിശൂന്യവുമായ ഭാവത്തിൽ ആസക്തചിത്തരായവർക്ക് പുരോഗമനത്തിന് പ്രയാസമേറും. ശരീരികൾക്ക് ഈ വഴിക്കുള്ള മുന്നേറ്റം സദാ ദുഷ്കരമാണ്. See, those who worship this light, they're trying to do this meditation and all that. Very difficult, Krishna says here. അപ്പോൾ കൃഷ്ണൻ തന്നെ ഇവിടെ പറയാണ്, ആ ഒരു വ്യക്തിശൂന്യതയെ ധ്യാനിക്കുന്നവർക്ക് ആ ആത്മീയ പുരോഗതി എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ്. Why do this difficult thing? Because to concentrate the mind on the Jyoti is very difficult. But to concentrate the mind on the personal form of God is much more easier. അപ്പൊ എന്താണ് രൂപമില്ലാത്തെന്ന് വെച്ചാൽ ആ വ്യക്തിശൂന്യതയിൽ മനസ്സിനെ കേന്ദ്രീകരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് കൃഷ്ണന്റെ ആ രൂപത്തിൽ തന്നെ ആ കൃഷ്ണന്റെ രൂപം തന്നെ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനെ അറിയാൻ ശ്രമിക്കുക, അതാണ് എളുപ്പമുള്ള വഴി. Can you read the translation? Someone can read the translation. ഗോപിനാഥ് പ്രഭു, ഹരേ കൃഷ്ണ. ഭഗവാന്റെ അവ്യക്തവും അചിന്ത്യവും അവ്യക്തീകത അവിടെ കുറച്ച് മറക്കുന്നുണ്ട്. എന്താണ് അവിടെ? ഇപ്പോഴോ ഒരു സെക്കൻഡ് കാണാൻ പറ്റുന്നുണ്ട്. Can you read? ഭഗവാന്റെ അവ്യക്തവും അചിന്ത്യവും അവ്യക്തിഗതവുമായ ഭാവത്തെ ലക്ഷ്യമാക്കി മുന്നേറാൻ ശ്രമിക്കുന്നവരെ ജ്ഞാനയോഗികൾ എന്ന് പറയുന്നു. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നവരെ ഭക്തിയോഗികൾ എന്ന് വിളിക്കുന്നു. ജ്ഞാനയോഗവും ഭക്തിയോഗവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നിർവചിക്കുകയാണിവിടെ. രണ്ടിൻ്റെയും ആത്യന്തിക ലക്ഷ്യം ഒന്നു തന്നെയെങ്കിലും ജ്ഞാനയോഗത്തിൻ്റെ വഴി പ്രയാസമേറിയതാണ്. ഭക്തിയോഗമാകട്ടെ നേരിട്ടുള്ള ഭഗവത് സേവനമാകയാൽ നിഷ്പ്രയാസവും. അത് ശരീരധാരിയായ ജീവാത്മാവിന് തികച്ചും സ്വാഭാവികവുമാണ്. സ്മരണാതീത കാലം മുതലേ ശരീരബദ്ധനാണ് ജീവാത്മാവ്. അതുകൊണ്ട് താൻ ശരീരമല്ലെന്ന് വെറുതെ സൈദ്ധാന്തികമായി മനസ്സിലാക്കാൻ ഈ ജീവാത്മാവിന് പ്രയാസമുണ്ട്. മനസ്സിലുറച്ച ശരീരകൽപ്പനയ്ക്ക് അനുയോജ്യമാകും വിധം ഭക്തിയോഗി കൃഷ്ണവിഗ്രഹത്തെ ആരാധ്യമായി കരുതുന്നു. പരമദിവ്യോത്തമ പുരുഷനെ ഭഗവത് രൂപത്തിൽ ക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്നത് തീർച്ചയായും പ്രതിമാപൂജയല്ല. പരമപുരുഷനെ സഗുണനായും നിർഗുണനായും എന്നുവെച്ചാൽ ഗുണങ്ങളോടുകൂടിയും അല്ലാതെയും സങ്കല്പിച്ചുപാസിക്കാമെന്ന്
വൈദിക സാഹിത്യങ്ങളിൽ തെളിവുകളുണ്ട്. അമ്പലത്തിൽ വെച്ച് ചെയ്യുന്നത് സഗുണ ആരാധനയാണ്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഭഗവാൻ ഭൗതികങ്ങളായ ഗുണങ്ങളാൽ പ്രതിനിധീകരിക്കപ്പെടുന്നു. പക്ഷേ ഭൗതിക ദ്രവ്യങ്ങളായ കല്ലോ മരമോ ചായമോ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭഗവത് രൂപം വാസ്തവത്തിൽ ഭൗതികമല്ല, പരമപുരുഷന്റെ നിരപേക്ഷ ഭാവമാണത്. സാമാന്യമായൊരു ഉദാഹരണം പറയാം. തെരുവിൽ പലയിടത്തും തപാൽ പെട്ടികൾ കാണാം. ഇവയിൽ നമ്മൾ കൊണ്ടുപോയിടുന്ന കത്തുകൾ സ്വാഭാവികമായി നിഷ്പ്രയാസം ഉദ്ദിഷ്ട സ്ഥാനങ്ങളിൽ എത്തുന്നു. എന്നാൽ തപാൽ പെട്ടികളെന്ന് ആധികാരികമായി പ്രഖ്യാപിക്കാത്ത ഏതെങ്കിലും പഴയ പെട്ടികളിലൂടെ ഈ പ്രക്രിയ നടത്താനാവില്ല. അങ്ങനെ അംഗീകൃതമായ പ്രാതിനിധ്യമുള്ള ഒരു വിഗ്രഹ രൂപം ഈശ്വരനുണ്ട്. അതിനെ അർച്ചാ വിഗ്രഹം എന്ന് പറയുന്നു. ഈ അർച്ചാ വിഗ്രഹം പരമപുരുഷന്റെ അവതാരമാണ്. ഈ അർച്ചാ വിഗ്രഹം പരമപുരുഷന്റെ അവതാരമാണ്. ഈശ്വരൻ അതിലൂടെ സേവനത്തെ സ്വീകരിക്കും. ഭഗവാൻ സർവശക്തനാണ്. അതുകൊണ്ട് ബദ്ധജീവാത്മാക്കൾക്ക് സൗകര്യപ്പെടുമാറ് അർച്ചാവിഗ്രഹം എന്ന തൻ്റെ അവതാരത്തിലൂടെ അദ്ദേഹത്തിന് ഭക്തന്റെ സേവനങ്ങൾ സ്വീകരിക്കാൻ കഴിയും. അങ്ങനെ താമസം വിന പരമപുരുഷനെ നേരിട്ട് സമീപിക്കാൻ ഭക്തന് പ്രയാസമില്ല. അവ്യക്തിഗത മാർഗത്തിലൂടെ ആത്മസാക്ഷാത്കാരം നേടാൻ ഉദ്യമിക്കുന്നവരുടെ വഴി ദുർഘടങ്ങൾ നിറഞ്ഞതാണ്. അവർ അവ്യക്തമായ പരമതത്വത്തിന്റെ പ്രാതിനിധ്യത്തെ ഉപനിഷത്തുകൾ മുതലായ വൈദിക സാഹിത്യങ്ങളിൽ നിന്ന് പഠിച്ചറിയണം. ആ ഭാഷ പഠിക്കുകയും അതീന്ദ്രിയങ്ങളായ ഭാവങ്ങളെ ഗ്രഹിക്കുകയും ഈ പ്രക്രിയകളെയെല്ലാം സാക്ഷാത്കരിക്കുകയും വേണം. സാധാരണ മനുഷ്യന് ഒട്ടും എളുപ്പമല്ല ഇത്. കൃഷ്ണാവബോധം ഉൾക്കൊണ്ട് ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടുന്നവർക്കാകട്ടെ ഭഗവത് വൈഭവങ്ങൾ കേൾക്കുകയും വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ആചാര്യന്റെ ഉപദേശങ്ങൾ അനുസരിക്കുകയും കൃഷ്ണവിഗ്രഹത്തിന് മുൻപിൽ പതിവായി പൂജാപ്രണാമങ്ങൾ നടത്തുകയും ഭഗവാന് നിവേദിച്ചതിൻ്റെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം നിഷ്പ്രയാസം ഭഗവത് സാക്ഷാത്കാരം നേടാം. വ്യക്തിശൂന്യവാദികൾ അതിവിഷമമായൊരു വഴിയാണ് ആവശ്യമില്ലാതെ സ്വീകരിക്കുന്നത് എന്നതിൽ സംശയമില്ല. എന്നിട്ടും അവസാനം നിരപേക്ഷ തത്വത്തിന്റെ സാക്ഷാത്കാരം അവർക്ക് സാധ്യമായില്ലെന്ന് വരാം. എന്നാൽ സഗുണോപാസകർക്ക് അത്തരം ക്ലേശങ്ങളൊന്നും കൂടാതെ ഭഗവാനെ സമീപിക്കാം. ഭഗവാന് സ്വയം സമർപ്പിക്കലാണ് മനുഷ്യന്റെ ആത്യന്തിക ലക്ഷ്യം. ഈ സമർപ്പണത്തിന്റെ പ്രക്രിയയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്. അതിനു പകരം എന്താണ് ബ്രഹ്മം, ബ്രഹ്മമല്ലാത്തതെന്ത് എന്നെല്ലാം ഗ്രഹിക്കുവാൻ പാടുപെട്ടുകൊണ്ട് ജീവിതമൊടുക്കുന്നതിൻ്റെ ദുഷ്ഫലത്തെപ്പറ്റി ഭാഗവതം പ്രസ്താവിച്ചിട്ടുണ്ട്. ആത്യന്തിക പ്രാപ്തിയുടെ കാര്യത്തിൽ അനിശ്ചിതത്വമുള്ളതുകൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ ഈ ക്ലേശകരമായ വഴി സ്വീകരിക്കരുതെന്നാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. ജീവസത്ത അനശ്വരനായ ഒരു ജീവാത്മാവാണ്. ആധ്യാത്മിക സമ്പൂർണതയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തൻ്റെ മൗലിക പ്രകൃതിയിലെ സച്ചിത് ഭാവങ്ങളെ ആ ജീവാത്മാവ് സാക്ഷാത്കരിച്ചേക്കാം. ആനന്ദഭാവത്തെ അങ്ങനെ സാക്ഷാത്കരിക്കാനാവില്ല. ജ്ഞാനയോഗ പ്രക്രിയയിൽ വേണ്ടത്ര അറിവ് നേടിയ ആ അതീന്ദ്രിയവാദി ഏതെങ്കിലും ഒരു ഭക്തന്റെ അനുഗ്രഹത്താൽ ഭക്തിയോഗത്തിന്റെ ഭക്തിപൂർവകമായ സേവനത്തിന്റെ മുനമ്പിലെത്തിയെന്ന് വരാം. അപ്പോഴും വ്യക്തിശൂന്യവാദത്തെ ഏറെക്കാലം മാനിച്ചു പോന്ന അയാൾക്ക് ആ ആശയം ഉപേക്ഷിക്കാനാവാതെ പ്രയാസം നേരിടും. അങ്ങനെ ശരീരസ്ഥനായൊരു ജീവന് അവ്യക്തവുമായുള്ള ബന്ധം പരിശീലന വേളയിലും സാക്ഷാത്കാരത്തിലും കുഴപ്പമേ ഉണ്ടാക്കുന്നുള്ളൂ. ഓരോ ജീവാത്മാവും ഭാഗികമായി സ്വതന്ത്രനാണ്. ഈ അവ്യക്തമായ സാക്ഷാത്കാരം തൻ്റെ ആത്മീയ ആനന്ദഭാവത്തിനെതിരാണെന്ന് ഒരാൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പ്രക്രിയ സ്വീകാര്യമല്ല. തികച്ചും ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടേണ്ടുന്ന കൃഷ്ണാവബോധത്തിന്റെ വഴിയാണ് ഏതൊരു ജീവാത്മാവിനും ഉത്തമമായ മാർഗം. ഭക്തിയുടെ സേവനത്തെ അവഗണിക്കൽ നാസ്തികത്വത്തിലേക്ക് നയിച്ചേക്കും. ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ അവ്യക്തവും അചിന്ത്യവും ഇന്ദ്രിയ ഗോചരമല്ലാത്തതുമായ ഒന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ ഒരു കാലത്തും, വിശേഷിച്ച് ഇക്കാലത്ത്, പ്രോത്സാഹിപ്പിച്ചുകൂടാ. കൃഷ്ണൻ അത് ഉപദേശിച്ചിട്ടില്ല. യെസ് പ്രഭു. So you see how a person who is
taking up this Brahmajyoti thing is a very difficult process. അപ്പോൾ ആ ഒരു അദ്വൈത തത്വം എന്ന് ആ ബ്രഹ്മജ്യോതിയിൽ ധ്യാനിക്കുക അതൊക്കെ എന്ന് പറയുന്നത് എന്താണ് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പ്രഭു പറയുന്നത്. Very troublesome. Krishna says here, troublesome and difficult. കൃഷ്ണൻ തന്നെ ഇവിടെ പറയുന്നു, ഈ ശ്ലോകത്തിൽ പറയുന്നു അത് വളരെ ദുഷ്കരമാണ് എന്ന് പറയുന്നുണ്ട്. Can you go down to 3, Canto 3, chapter 9, text 10? 3, 9, 10. Yeah. You got it? Can you go down to the purport? Yes, Prabhu. You can read just the translation of this verse. Ye anye arvindakshe vimukta maninas tvaya asta bhavat avishuddha buddhayaha aruya krishne parampadam tata patantyadaho natrata yusman andrayaha. Can you read the translation of that verse in the purport? Yes, Prabhu. In the purport. Yeah, purport, right below. Okay, I'll translate and. ഭൗതിക പ്രകൃതിയുടെ കാമ നന്മ അജ്ഞത 3 രീതികളുടെ മീൻസ് ത്രിഗുണങ്ങളാണ് പറയുന്നത്. താമസികം, രാജസികം, സാത്വികം. No, where you translating? This is not the translation. Can you go down to that verse? Ye anye aravindakshe vimukta maninas. 392 3 9 10. 3, 9, 10. Okay. सहायता प्रजा सृष्टा पूर्ववाचा प्रजापति अनेन पशुविश्वधनशमो इष्टकामकृते 3, 9 2 അല്ലേ? എത്രാമത്തെ ചാപ്റ്ററിനായ Got it? 3, 9, 10. Bhagavatam. ഭാഗവതത്തിലാണോ? പ്രഭു. Yeah, go down to the purport. Yeah, you go down some more. Go down some more. Yeah, this Scroll down, scroll down. one Yeah, this word. Ye anye aravindakshe vimukta manina. So you can just translate that word. Okay, persons who are falsely Yes, correct. service to the Lord may reach the goal of Brahmacharya, but because of their impure consciousness, they want to shelter in the Vaikuntha lokas. So this is so. Okay. അപ്പോൾ ഈ ബ്രഹ്മജ്യോതിയിൽ ഇങ്ങനെ സ്വതന്ത്രരായിട്ട് ബ്രഹ്മജ്യോതിയിൽ അഭയം പ്രാപിക്കുന്നവർ അവരുടെ ആ ഒരു അവബോധം എന്ന് പറയുന്നത് അപ്പോഴും മലിനമാണ്. ആ മലിനമായിട്ടുള്ള അവബോധത്തിൻ്റെ ഫലമായിട്ടും അവർക്കൊരു ആഗ്രഹം കൂടിയുണ്ട്. എന്താണ്? വൈകുണ്ഠ ലോകത്ത് പോകണം എന്നുള്ള ആഗ്രഹം കൂടി, അതുകൂടി എന്താണ്? അശുദ്ധമാണ്. അതുകൊണ്ട് തന്നെ
ഈ സ്വതന്ത്രരായി എന്ന് സ്വയം വിചാരിക്കുന്ന ആ ആത്മാക്കള് ആ ബ്രഹ്മജ്യോതിയിൽ നിന്ന് താഴേക്ക് ഭൗതിക ലോകത്തിലേക്ക് അധപ്പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. You can see how if you go in this way of worshipping Brahman, then because you are not catching hold of the lotus feet of Krishna, you eventually will fall down. അപ്പോൾ നിങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്? നിങ്ങൾ ആ ഒരു ബ്രഹ്മജ്യോതിയിൽ അഭയം പ്രാപിച്ചാൽ പോലും അവിടെ വരെ എത്താൻ സാധിച്ചുവെങ്കിൽ പോലും കൃഷ്ണനെ അറിയുന്നില്ല എങ്കിൽ വീണ്ടും ഭൗതിക ലോകത്തിലേക്ക് അധപ്പതിക്കാനുള്ള സാധ്യതയുണ്ട്. So you go to the Brahman and you be there like a small particle of sunlight, like that atom, you hang around there. But because you are not serving the Lord, you again fall down. അപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിലെ ആ ചെറിയ കണികകളില്ലേ, ആ പ്രകാശ കണികകൾ പോലെ ഈ ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ജീവാത്മാക്കൾ അവിടെ പോയിട്ട് ഭഗവാന്റെ സേവന കർമ്മത്തിൽ മുഴുകുന്നില്ല എങ്കിൽ വീണ്ടും അവര് താഴേക്ക് പതിക്കുന്നതാണ്, ഭൗതിക ലോകത്തിലേക്ക് പതിക്കുന്നതാണ്. So that means you go to Brahman is not that you go there, you will stay there forever. You will fall down again to the material world. അപ്പോൾ ആ ബ്രഹ്മജ്യോതിയിൽ എത്തിച്ചേർന്നാൽ പോലും ഭൗതിക ലോകത്തിലേക്ക് പതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. Can you go to Bhagavad Gita 7:24? 7:24. 7:24. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ. അവ്യക്തം വ്യക്തിമാപന്നം മന്യന്തേ മമ ബുദ്ധയഃ പരം ഭാവം അജാനന്തോ മമാവ്യയം അനുത്തമം. അതെങ്കിലും വായിക്കാവോ? വായിക്കാം. ഹരേ കൃഷ്ണ. വായിക്കാവോ? വായിച്ചു. ഹരേ കൃഷ്ണ. പരമ ദിവ്യോത്തമ പുരുഷനായ ഞാൻ, അതായത് കൃഷ്ണൻ, ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു. അക്ഷയവും അത്യുന്നതവുമായ എന്റെ ഉത്കൃഷ്ട സ്വഭാവത്തെപ്പറ്റി അല്പജ്ഞാനികൾക്ക് അറിഞ്ഞുകൂടാ. ഭാവാർത്ഥം: ദേവാരാധകർ അല്പജ്ഞാനികളാണെന്ന് മുമ്പ് പറഞ്ഞു. ഇനി അവ്യക്തിഗതവാദികളെപ്പറ്റിയും ഇതുപോലെ പറയുന്നു. ഭഗവാൻ കൃഷ്ണൻ തന്റെ യഥാർത്ഥ രൂപത്തിലാണ് ഇവിടെ അർജുനനെ ഉപദേശിക്കുന്നത്. എന്നിട്ടും അജ്ഞാനം കാരണം അവ്യക്തിഗതവാദികൾ ഭഗവാൻ ആത്യന്തികമായി അനുരൂപനാണെന്ന് ശഠിക്കും. രാമാനുജാചാര്യന്റെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട യമുനാചാര്യൻ എന്ന ഭഗവത് ഭക്തൻ ഈ വിഷയത്തെപ്പറ്റി യുക്തിയുക്തമായ ഒരു ശ്ലോകം രചിച്ചിട്ടുണ്ട്. ത്വാം ശീലരൂപചരിതൈ പരമപ്രകൃഷ്ടൈ സത്വേന സാത്വികതയാ പ്രബലശ്ച ശാസ്ത്രൈ പ്രഖ്യാതദൈവ പരമാർത്ഥവിദാം മതൈശ്ച നൈവാസുരപ്രകൃതയഃ പ്രഭവന്തി ബോധ്യം. ഭഗവാനെ, വ്യാസനാരദാദികളായ ഭക്തന്മാർ അവിടത്തെ പരംപുരുഷനെന്ന് അറിയുന്നു. വൈദിക സാഹിത്യ പഠനം കൊണ്ട് അങ്ങയുടെ ഗുണരൂപ കർമ്മങ്ങളെപ്പറ്റി അറിവ് നേടിയവർക്ക് അവിടത്തെ പരമപുരുഷനായി അറിയാൻ സാധിക്കും. എന്നാൽ രജസ്തമോ ഗുണാധീനർക്കും അസുരർക്കും ഭക്തിയില്ലാത്തവർക്കും അങ്ങയെ അറിയാൻ കഴിയില്ല. അവർക്ക് അവിടുന്ന് സുഗ്രാഹ്യനല്ല. ഉപനിഷത്ത് മുതലായ വൈദിക കൃതികളെയും വേദാന്തത്തെയും കുറിച്ച് ചർച്ച ചെയ്യുന്നതിൽ എത്ര തന്നെ നൈപുണ്യമുണ്ടെങ്കിലും ശരി, ഭക്തിയില്ലാത്തവർക്ക്
ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനം ലഭ്യമല്ല. കൃഷ്ണ. വേദാന്ത സാഹിത്യ പഠനം കൊണ്ട് മാത്രം ഭഗവാനെ അറിയാനാവില്ലെന്ന് ബ്രഹ്മസംഹിതയും പ്രസ്താവിക്കുന്നുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അതറിയാൻ കഴിയൂ. അതുകൊണ്ട് ദേവോപാസകർ മാത്രമല്ല, കൃഷ്ണാവബോധം ഏശാതെ വേദാന്തത്തിലും വൈദിക സാഹിത്യത്തിലും പ്രാവീണ്യം നേടി ഊഹാപോഹങ്ങൾ ചെയ്യുന്നവരും മന്ദബുദ്ധികളാണെന്ന് ഈ ശ്ലോകം ചൂണ്ടിക്കാട്ടുന്നു. വ്യക്തിഗതമായ ഭഗവത് സ്വരൂപം അവർക്ക് ഗ്രാഹ്യമല്ല. പരമസത്യം അവ്യക്തിഗതമാണെന്ന് കരുതുന്നവരെ അബുദ്ധികൾ എന്നാണ് ഭഗവത്ഗീത നിർവചിച്ചിട്ടുള്ളത്. പരമസത്യത്തിന്റെ ആത്യന്തിക ഭാവം അറിയാത്തവർ എന്നർത്ഥം. ഭഗവത് സാക്ഷാത്കാരം അവ്യക്തിഗത ബ്രഹ്മത്തിൽ ആരംഭിച്ച് സ്ഥാനീയ പരമാത്മാവിലേക്ക് ഉയരുന്നു. എന്നാൽ പരമസത്യത്തിന്റെ ആത്യന്തികമായ ഭാവം ഭഗവത് സ്വരൂപമാണ് എന്ന് ഭാഗവതം പറയുന്നു. ആധുനികരായ അവ്യക്തിഗതവാദികൾ ഇതിലേറെ മന്ദബുദ്ധികളാണ്. കൃഷ്ണൻ പരമപുരുഷനാണെന്ന് സമ്മതിച്ചിട്ടുള്ള അവരുടെ മുൻഗാമിയായ ശ്രീപാദ ശങ്കരാചാര്യരെ പോലും അവർ ഇക്കാര്യത്തിൽ പിന്തുടരുന്നില്ല. ഈ അവ്യക്തിഗതവാദികൾ പരമസത്യം ഗ്രഹിക്കാതെ കൃഷ്ണനെ ദേവകീ വസുദേവന്മാരുടെ പുത്രനെന്നോ ഒരു രാജകുമാരനെന്നോ ശക്തിമാനായൊരു ജീവാത്മാവെന്നോ കരുതുന്നു. ഇതിനെയും ഭഗവത്ഗീത തള്ളിപ്പറയുന്നു. അവജാനന്തി മാമൂഢ മാനുഷിം തനുമാശ്രിതം. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തില് 11-ാമത്തെ ശ്ലോകം. മൂഢന്മാർ എന്നെ വെറും ഒരു സാധാരണ മനുഷ്യനായി കരുതുന്നു. ഭക്തിപൂർവം സേവനം നടത്താതെയോ കൃഷ്ണാവബോധം വളർത്തിയെടുക്കാതെയോ ആർക്കും കൃഷ്ണനെ മനസ്സിലാക്കാൻ കഴിയില്ലെന്നതാണ് സത്യം. അഥാപി തേ ദേവപദാംബുജദ്വയ പ്രസാദലേശാനുഗൃഹീതയേവ ഹി ജാനാതി തത്വം ഭഗവൻ മഹിംനോ ന ചാന്യേ കോപി ചിരം വിചിന്നൻ. ഭാഗവതത്തിലെ 10-ാമത്തെ സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകം എന്നാണ് ബ്രാക്കറ്റിൽ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണേ കൃഷ്ണ. ഹേ ഭഗവൻ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നിന്ന് അനുഗ്രഹത്തിന്റെ ഒരു പൊടിയെങ്കിലും ലഭിച്ചവന് അങ്ങയുടെ വ്യക്തിപ്രഭാവം മനസ്സിലാവും. എന്നാൽ ഭഗവാനെ പറ്റി ഊഹാപോഹങ്ങൾ നടത്തുന്ന കൂട്ടർക്ക് അതിന് സാധിക്കില്ലതാനും. അനേകം വർഷങ്ങളോളം വേദപഠനം ചെയ്തുകൊണ്ടിരുന്നാലും അവർക്ക് അതിന് സാധിക്കില്ല. മനസ്സാ അനുമാനിച്ചോ വൈദിക സാഹിത്യ ചർച്ച ചെയ്തിട്ടോ പരമപുരുഷനായ കൃഷ്ണനെയും അദ്ദേഹത്തിന്റെ ഗുണരൂപങ്ങളെയും കുറിച്ച് ആർക്കും അറിയാൻ കഴിയുകയില്ല. അതിന് ഭക്തിപൂർവമായി ഭഗവത് സേവനം അനുഷ്ഠിക്കുക തന്നെ വേണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ട് നിരന്തരം കൃഷ്ണാവബോധത്തിൽ മുഴുകി പ്രവർത്തിച്ചു പോന്നാൽ മാത്രമേ ഭഗവാനെ അറിയാൻ കഴിയൂ. ഭക്തിയുത സേവനത്തിൽ ജപാനുഷ്ഠാനം ആദ്യപടിയാണ്. ഭക്തിയില്ലാത്ത അവ്യക്തിഗതവാദികളുടെ വിശ്വാസം കൃഷ്ണന് ഒരു ഭൗതിക ശരീരമുണ്ടെന്നും ആ ദേഹവും അതിന്റെ പ്രവർത്തനങ്ങളുമെല്ലാം കേവലം മായികമാണെന്നും അത്രേ. മായാവാദികളെന്ന് വിളിക്കപ്പെടുന്ന ഇവർ പരമസത്യം അറിഞ്ഞിട്ടില്ല. കാമസ്തൈസ്തൈർ ഹൃദജ്ഞാന പ്രപദ്യന്തേന്യ അന്യദേവതാ. കാമാസക്തിയാൽ അന്ധരായിട്ട് അന്യദേവതകളെ സമീപിക്കുന്നു എന്ന് 20-ാം ശ്ലോകത്തിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നു. ഭഗവാനെ കൂടാതെ ദേവന്മാരുണ്ടെന്നും അവരുടേതായി വെവ്വേറെ ഗ്രഹങ്ങളുണ്ടെന്നും ഭഗവാനും ഒരു ഗ്രഹമുണ്ടെന്നും ഉള്ളത് സർവസമ്മതമായ സത്യമാണ്. ദേവാൻ ദേവയജോയാന്തി മൽഭക്തായാന്തി മാമപി. ഈ ശ്ലോകത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ദേവോപാസകർ ആ ദേവലോകങ്ങളിൽ പോകുന്നു. കൃഷ്ണഭക്തന്മാർ ഭഗവത് ധാമത്തിലും. എന്നിട്ടും മൂഢരായ അവ്യക്തിഗത ബ്രഹ്മവാദികൾ ഭഗവാൻ വ്യക്തിഗതനല്ലെന്ന് സിദ്ധാന്തിക്കുന്നു. അവരുടെ ദൃഷ്ടിയിൽ ഈ രൂപങ്ങൾ മായാനിർമ്മിതങ്ങൾ മാത്രം. ഗീതാ പഠനത്തിൽ നിന്നും മനസ്സിലാവുന്നത് ദേവന്മാരും അവരുടെ ലോകങ്ങളും അരൂപങ്ങളാണെന്നാണോ? അല്ല. ദേവന്മാരാകട്ടെ ഭഗവാൻ കൃഷ്ണനാകട്ടെ അരൂപികളല്ല, സാകാര വ്യക്തികളാണ് അവർ. സർവോത്കൃഷ്ടനായ പുരുഷനത്രേ ശ്രീകൃഷ്ണ ഭഗവാൻ. അദ്ദേഹത്തിന് തൻ്റെതായ ലോകമുണ്ട്, ദേവന്മാർക്കുമുണ്ട് അവരുടെ ലോകങ്ങൾ. അതുകൊണ്ട് പരമസത്യം അരൂപമാണെന്നും രൂപം മായാകൽപിതമാണെന്നുമുള്ള അദ്വൈത സിദ്ധാന്തത്തിൽ കഴമ്പില്ല.
രൂപം മായാകൽപിതമല്ലെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭഗവാനും ദേവന്മാരും ഒരേ സമയം നിലകൊള്ളുന്നുവെന്നും കൃഷ്ണൻ ഭഗവാൻ ആത്മകനെന്നും ഭഗവത്ഗീതയിൽ നിന്നും മനസ്സിലാക്കാം. സർവോത്കൃഷ്ടമായ പരമസത്യം ആനന്ദമയോഭ്യാസാൽ സ്വഭാവേന ആനന്ദപൂർണവും അമേയ ഗുണസമ്പന്നമെന്നും വേദങ്ങൾ ഘോഷിക്കുന്നുണ്ട്. അജൻ ജനനമില്ലാത്തവൻ എങ്കിലും താൻ പ്രത്യക്ഷീഭവിക്കുന്നുവെന്ന് ഭഗവാൻ സ്വയം പ്രസ്താവിച്ചിരിക്കുന്നു. ഭഗവത്ഗീതയിലൂടെ നമുക്ക് അറിയാവുന്ന വസ്തുതകളാണ് ഇവ. ശ്രീ ഭഗവാൻ സാകാരനല്ലാതാവുന്നത് എങ്ങനെയെന്ന് നമുക്ക് ഒരു പ്രകാരത്തിലും മനസ്സിലാക്കാനാവില്ല തന്നെ. ഗീതാ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്വൈതികളുടെ ആരോപണ സിദ്ധാന്തത്തിൽ കഴമ്പില്ല. പരമസത്യമായ ഭഗവാൻ കൃഷ്ണൻ സാകാരനാണ്, വ്യക്തിയുമാണ് എന്ന് ഇവിടെ വ്യക്തമാകുന്നു. ശ്രീഹരയേ നമ. ഹരേ കൃഷ്ണ. So you can see from this verse that some people think that Krishna comes from the Jyoti. Can you translate this? Some people think that from the Jyoti only Krishna came. അപ്പം ചില വ്യക്തികൾ വിചാരിക്കുന്നത് ആ ബ്രഹ്മജ്യോതിയിൽ നിന്നുമാണ് കൃഷ്ണൻ വരുന്നത് എന്നാണ്. But Krishna says anyone who thinks like this is not very intelligent. അപ്പോൾ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ അതൊരു ബുദ്ധിപരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് പറയുന്നത്. Understand? Can you go to Ishopanishad 15, mantra 15? മാതാജി എത്രാമത്തെ അധ്യായം, എത്രാമത്തെ ശ്ലോകം? അത് ഈശോപനിഷത്താണ് മാതാജി. അശോകര. ഹരേഷ്ണ ഹരേഷ്ണ. നമ്പർ 15 പ്രഭു. Yeah, mantra 15. ഓക്കെ. ഹിരണ്മയ. Hiranmayena patrena satyasyapahitam mukam tattvam pushan apavarno satyadharmaya drishtaye. അപ്പോൾ ഈശോപനിഷത്തിലെ ശ്ലോകം 15 ആണ്. Can I say the translation പ്രഭു? Yeah. പരമപ്രഭു എന്ന് വിളിക്കുകയാണോ? മൈ ലോർഡ്, സസ്റ്റൈനർ ഓഫ് ഓൾ ദാറ്റ് ലീവ്സ്, ചില എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുന്നവനെ. യുവർ റിയൽ ഫേസ് ഇസ് കവേർഡ് ബൈ യുവർ ഡാസ്ലിംഗ് ഇഫൾജൻസ്, ചില ആ പ്രകാശം കൊണ്ട് അങ്ങയുടെ മുഖം മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കൈൻഡ്ലി റിമൂവ് ദാറ്റ് കവറിങ് ആൻഡ് എക്സിബിറ്റ് യുവർ സെൽഫ് ടു യുവർ പ്യുവർ ഡിവോട്ടി. അങ്ങയുടെ ശുദ്ധ ഭക്തന് മുന്നിൽ ആ ഒരു പ്രകാശം നീക്കി അങ്ങയുടെ ശരിയായ മുഖം കാണിക്കൂ എന്നാണ് ഈശോപനിഷത്തിൽ പറയുന്നത്. ചില ഒരു ശുദ്ധ ഭക്തന് മുന്നിൽ മാത്രമേ ആ ഒരു ശരിയായ മുഖം, ഭഗവാന്റെ മുഖം പ്രകടമാകൂ എന്നാണ് പറയുന്നത്. You understand? See, so here in this verse, you can see that the devotee is praying to ask the Lord to remove the dazzling effulgence so that he can see his form. ഇവിടെ പറയാണ് ആ ഒരു പ്രകാശം നീക്കിയിട്ട് ശരിയായ മുഖം ഭഗവാൻ കാണിക്കണമെങ്കിൽ അത് ശുദ്ധ ഭക്തന് മുന്നിലേ കാണിക്കുള്ളൂ എന്നാണ് പറയുന്നത്. No, you must translate properly. He is asking, the devotee is asking the Lord to remove his effulgence so that he can see him. That's the translation, not the other way. Please translate properly. Actually, who is saying this, Prabhu? Who is praying? The devotee is praying to the Lord because the Lord is always got so much effulgence, so he can't see him.
So now the devotee is asking him to remove those effulgence so that he can see his personal feature. അപ്പോൾ ഇവിടെ ആ ഒരു ശുദ്ധ ഭക്തനാണ് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു പ്രകാശം മാറ്റിയിട്ട് ആ ഒരു മുഖം എൻ്റെ മുന്നിൽ ഒന്ന് കാണിക്കൂ എന്ന് ആ ശുദ്ധ ഭക്തൻ പ്രാർത്ഥിക്കുകയാണ്. So from this statement you can understand that light is not the ultimate. Understand? അപ്പോൾ ഇതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം? പ്രകാശമല്ല സ്രോതസ്, എല്ലാത്തിന്റെയും ഉത്ഭവം എന്ന് പറയുന്നത് ആ പ്രകാശമല്ല എന്ന് മനസ്സിലാക്കാം. You understand? So this Advaita philosophy of merging into the light is not the ultimate philosophy. അപ്പോ അദ്വൈത സിദ്ധാന്തം എന്താണ് പറയുന്നത്? ആ പ്രകാശത്തില് ലയിച്ചു ചേരുക എന്ന് പറയുന്ന ആ ഒരു അദ്വൈത സിദ്ധാന്തം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള വെച്ചാൽ പരമമായിട്ടുള്ള സിദ്ധാന്തമല്ല. So people who worship this light, they go to the light of Krishna, you know. അപ്പോ ഈ അദ്വൈത വെച്ചാൽ ആ ഒരു ബ്രഹ്മപ്രകാശത്തെ ആരാധിക്കുന്നവര് കൃഷ്ണന്റെ ആ പ്രകാശമുള്ള ആ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. They go into the light of the Lord's body, you know. അവര് അഭയം പ്രാപിക്കുന്നത് കൃഷ്ണന്റെ ആ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശത്തിലാണ്. Can you go to Adi Leela, Sri Chaitanya Charitamrita 531? Okay, Prabhu. Brahma Sayujya Muktera Tada Nahi Gadi. This one, Prabhu? Yeah. Brahma Sayujya Muktera Taha Nahi Gadi Vaikunda Bahire Hayata Sabara Sthiti. Those who attain Brahma Sayujya liberation cannot gain entrance to Vaikunda. Their residence is outside the Vaikunda planets. അപ്പോൾ ബ്രഹ്മസായുജ്യം നേടി സ്വതന്ത്രരാകുന്നവർ പോലും വൈകുണ്ഠ ലോകത്തിലേക്ക്, അങ്ങനെയുള്ളവർക്ക് പോലും വൈകുണ്ഠ ലോകത്തിലേക്ക് പ്രവേശനം കിട്ടുന്നില്ല. അവര് വൈകുണ്ഠ ലോകത്തിന് പുറത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു. Next verse. Outside the Vaikunta planets is the atmosphere of glowing effulgence which consists of supremely bright rays of the body of Lord Krishna. അപ്പോൾ ആ വൈകുണ്ഠ ഗ്രഹവ്യൂഹത്തിന് പുറത്തുള്ള ആ ഒരു അന്തരീക്ഷത്തില് എന്താണ് കൃഷ്ണന്റെ ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന പ്രകാശമാണ് വ്യാപിച്ചിരിക്കുന്നത്. Read up to 39, no? That religion is called Siddhaloka and it is beyond the material nature. Its essence is spiritual but it does not have spiritual varieties. എന്ന് പറഞ്ഞാൽ ആ ഭഗവാന്റെ പ്രകാശം വ്യാപിച്ചിരിക്കുന്ന ആ ഭാഗമാണ് സിദ്ധലോകം. വൈകുണ്ഠ ലോകത്തിന് പുറത്തുള്ള ആ ഒരു ലോകമാണ് സിദ്ധലോകം എന്നറിയപ്പെടുന്നത്. അത് ഭൗതിക പ്രകൃതിക്ക് ഉപരിയായിട്ടുള്ള ലോകമാണ്. എന്നാൽ അവിടെ അതെന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള പ്രകൃതി തന്നെയാണ്. എങ്കിലും അവിടെ ആ ഒരു ആധ്യാത്മിക വൈവിധ്യം ഉണ്ടാകുന്നില്ല. Next verse. It is like the homogeneous effulgence around the sun, but inside the sun are chariots, horses and other opulence of the sun god. അപ്പോൾ ഇതെന്ന്
പറഞ്ഞാൽ സൂര്യഗ്രഹത്തെ പോലെയാണ്. സൂര്യഗ്രഹത്തിന് പുറത്ത് സൂര്യപ്രകാശമില്ലേ, അതൊരു ആ പ്രകാശം എല്ലായിടത്തും ഒരുപോലെ വ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ സൂര്യഗ്രഹത്തിന് ഉള്ളില് സൂര്യദേവൻ അദ്ദേഹത്തിന്റെ സകല സൈന്യങ്ങളോടും കുതിരകളോടും ഒക്കെ കൂടി എല്ലാ അദ്ദേഹത്തിന്റെ ആ ഒരു മലയാളം ഒപ്പുലൻസസ് മീൻസ് അദ്ദേഹത്തിന്റെ ആ എല്ലാ പ്രൗഢികളോടും കൂടി സൂര്യദേവൻ അവിടെയാണ്, ആ സൂര്യഗ്രഹത്തിനുള്ളിലാണ് ഇരിക്കുന്നത്. Purport, Prabhu, need to read. No, you have long time to translate. You read the verses until 39. Okay. As through devotion to the Lord one can attain his abode, many have attained that goal by abandoning their sinful activities and absorbing their minds in the Lord through lust, envy, fear or affliction. അപ്പോൾ ഭഗവാനെ ആ ഒരു അർപ്പണത്തോട് കൂടിയിട്ട് അവരുടെ കാമം, അസൂയ, ഭയം, ആസക്തികൾ ഇതെല്ലാം വെടിഞ്ഞിട്ട് ആ പാപങ്ങളിൽ നിന്നെല്ലാം മുക്തരായിട്ട് ഭഗവാനോടുള്ള ഭക്തിയുത സേവനത്തിലൂടെ അദ്ദേഹത്തിന്റെ ആ ഒരു സാമ്രാജ്യത്തിൽ പ്രവേശനം ലഭിച്ചിട്ടുള്ളവരുണ്ട്. ആ ഒരു ലക്ഷ്യത്തെ നേടിയെടുത്തവരുണ്ട് എന്ന് പറഞ്ഞാൽ ആ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകാൻ അവസരം കിട്ടിയവരുണ്ട്. Where it has been stated that Lord's enemies and devotees attain the same destination, this refers to the ultimate oneness of Brahman and Lord Krishna. This may be understood by example of sun and the sunshine. ആ ഒരു ഭഗവാന്റെ ധാമത്തില്, ഭഗവാന്റെ ലോകത്തില് ശത്രുക്കളും ഭക്തന്മാരും എത്തിച്ചേരുന്നു. ഭഗവാന്റെ ശത്രുക്കളും ഭക്തന്മാരും എത്തിച്ചേരുന്നു. അപ്പോൾ അതാണ് ബ്രഹ്മ ആ ഒരു അൾട്ടിമേറ്റ് വൺനെസ് ഓഫ് ബ്രഹ്മൻ ആൻഡ് ലോർഡ് കൃഷ്ണ. അപ്പോൾ ആ ഒരു പ്രകാശമുള്ള ആ ഒരു ലോകമില്ലേ, അതിനെയാണ് ബ്രഹ്മൻ എന്ന് പറയുന്നത്. ഭഗവാന്റെ തന്നെ ബ്രഹ്മൻ ആയിട്ടുള്ള ഭാഗമാണത്. ദിസ് മേ ബി അണ്ടർസ്റ്റുഡ് ബൈ ദ എക്സാമ്പിൾ ഓഫ് സൺ ആൻഡ് സൺഷൈൻ. ഇവിടെ ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? സൂര്യനും സൂര്യപ്രകാശവും എങ്ങനെയാണോ ആ രീതിയിലാണ് ഈ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. Thus, in the spiritual sky, there are varieties of pastimes within the spiritual energy outside the Vaikuntha. No, you must say, no, the Brahman is like sunshine and Krishna is the sun. You missed that line. അവിടെ ആ ബ്രഹ്മൻ എന്ന് പറയുന്നത് സൂര്യപ്രകാശം പോലെയും കൃഷ്ണൻ സൂര്യനെ പോലെയുമാണ്. Next verse. Thus in the spiritual sky there are varieties of pastimes within the spiritual energy. അപ്പോൾ ആ ഒരു ആധ്യാത്മിക ആകാശത്ത് വിവിധങ്ങളായിട്ടുള്ള ഭഗവാന്റെ തന്നെ ആധ്യാത്മിക ശക്തിവിശേഷങ്ങളുണ്ട്. അതിന് പുറത്ത് വൈകുണ്ഠ ആ വൈകുണ്ഠ ലോകത്തിന് അപ്പുറത്ത്, വൈകുണ്ഠ ലോകത്തിന് പുറത്ത് എന്താണ് ആ ഒരു വ്യക്തിയുടെ ചില ഭഗവാന്റെ ആ ഒരു പ്രകാശമുണ്ട്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഉണ്ട്. വ്യക്തിരൂപം അവിടെ പ്രകടമല്ല വൈകുണ്ഠ ലോകത്തിന് പുറത്ത്. That impersonal Brahman effulgence consists only of ആ ഒരു ബ്രഹ്മപ്രകാശം എന്ന് പറയുന്നത് കൃഷ്ണനിൽ നിന്ന് വരുന്ന ആ ഒരു പ്രകാശരശ്മികൾ തന്നെ, ആ പ്രകാശരശ്മികൾ കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു പ്രകാശരശ്മിയിൽ എത്തിച്ചേരുന്നവർക്കാണ് സായുജ്യമുക്തി എന്നൊക്കെ പറയുന്നത്. ആ ഒരു പ്രകാശത്തിൽ എത്തിച്ചേരുന്നവരെ ചേരുന്ന ആ ഒരു മുക്തിയെയാണ് സായുജ്യമുക്തി എന്ന് പറയുന്നത്.
അപ്പൊ ഈ തമസ് നിറഞ്ഞ ഈ ഒരു ഭൗതിക ലോകത്തിന്, ഭൗതിക ലോകത്തിനപ്പുറം സിദ്ധലോകമുണ്ട്. The Siddhas reside there absorbed in the bliss of Brahman. ആ സിദ്ധലോകത്തില് ഈ ഒരു പ്രകാശത്തില് അഭയം പ്രാപിച്ചിരിക്കുകയാണ് സിദ്ധന്മാർ അവിടെ. Demons killed by Lord also attained the realm. അപ്പോ ഭഗവാന്റെ കയ്യാല് മരണപ്പെടുന്ന എന്താണ് അസുരന്മാരും ഈ ഒരു ബ്രഹ്മപ്രകാശത്തിലാണ് എത്തിച്ചേരുന്നത്. Yes, Prabhu. Finished. Finish, huh? So those people who are killed, they go to this light, this Jyoti. Yeah. അപ്പോ കൃഷ്ണനാൽ കൊല്ലപ്പെടുന്ന, ഭഗവാനാൽ കൊല്ലപ്പെടുന്ന അസുരന്മാരും ഈ ഒരു ബ്രഹ്മപ്രകാശത്തിലാണ് എത്തിച്ചേരുന്നത്. They are not allowed to enter inside the Vaikuntha. അവർക്ക് വൈകുണ്ഠ ലോകത്തിനുള്ളിലേക്ക് പ്രവേശനം ലഭിക്കുകയില്ല. So people who meditate on this Brahman, they go outside the Vaikuntha. They cannot go inside Vaikuntha. അപ്പോ ആ ഒരു ബ്രഹ്മപ്രകാശത്തെ ധ്യാനിക്കുന്നവർക്ക് ഒരിക്കലും വൈകുണ്ഠ ലോകത്തിനുള്ളിലേക്ക് കടക്കാൻ പറ്റില്ല. അവരെപ്പോഴും വൈകുണ്ഠ ലോകത്തിന് പുറത്ത് വരെ എത്തും. Can you go to 642? Adilila, same. Go to 642. You can see the verse Brahmanando Bhavade Chet Pararada Guni Kritaha Naiti Bhakti Sukambode Paramanu Tulam Api. Verse number Prabhu 3. 642. You can just read that verse, Brahmanoham. Chaitanya Goswami ke Acharya. This one, Prabhu. You can go down to the Brahmano. You can see the word Brahmano here. Purport. Brahmanando Bhavere. Yes. Just read the translation of that. If multiplied billions of times, the transcendental pleasure derived from immersing the Brahman realization still could not compare to the portion of worship. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഈ ഒരു ബ്രഹ്മജ്യോതിയിൽ ലയിച്ചു ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അതീന്ദ്രിയ ആനന്ദം ഉണ്ടല്ലോ, അത് എത്ര ദശലക്ഷക്കണക്കിന് നമ്മള് അത് എത്ര വർദ്ധിച്ചാലും അത്രത്തോളം വർദ്ധിച്ചാൽ പോലും ഭക്തിയിലൂടെയോ ഭക്തി സേവനത്തിലൂടെയോ നമ്മൾ നേടിയെടുക്കുന്ന അതീന്ദ്രിയ ആനന്ദത്തിന് അടുത്തു പോലും വരില്ല എന്നാണ് പറയുന്നത്. Can you go to Bhagavatam 3:15-43? Bhagavatam 3:15-43. മഹാരാജി ഭാഗവതമാണ്. എത്രാമത്തെ? മൂന്നാമത്തെ ഭാഗവതമാണ്. ഭാഗവതം മൂന്നാമത്തെ സ്കന്ധത്തിൽ എത്രാമത്തെ? 3:15-43. When the breeze, this one Prabhu, when the breeze carrying the aroma of Vasili. Yes. You don't have Malayalam Bhagavatam? No Prabhu. എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ആ ഒരു താമരപാദങ്ങളിൽ നിന്നും ആ പാദങ്ങളിൽ അർപ്പിച്ച
തുളസീദളങ്ങളില്ലേ, അതിൽ നിന്ന് ആ തുളസീദളങ്ങളുടെ ആ ഒരു ഗന്ധം, ആ ഗന്ധം ഈ ബ്രഹ്മജ്യോതിയില് വിലയം പ്രാപിച്ചിരിക്കുന്ന ആ സിദ്ധന്മാർക്ക് ലഭിക്കുമ്പോ, ആ ഗന്ധം ലഭിക്കുമ്പോ തന്നെ അവരുടെ ശരീരത്തിനും മനസ്സിനും ഒരു പുതിയ സന്തോഷത്തെ അനുഭവപ്പെടുന്നു എന്നാണ്. അവർക്കൊരു പുതിയ അനുഭൂതി കൈവരുന്നു. എപ്പോഴാണ് ആ കൃഷ്ണന്റെ പത്മപാദങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഈ തുളസീദളങ്ങളുടെ ഗന്ധം അവർക്ക് കിട്ടുമ്പോൾ, അവർക്ക് ലഭിക്കുമ്പോൾ അവർക്കതൊരു പുതിയ അനുഭൂതിയാണെന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മജ്യോതിയിൽ ഇരിക്കുമ്പോൾ ഉള്ള ആനന്ദത്തേക്കാൾ കൂടിയ ആനന്ദം അവർ അനുഭവിക്കുന്നു എന്നാണ്. So from here you can see how these four Kumaras were impersonalists. They were meditating on these lights. Can you translate that? യെസ്. അപ്പൊ ഇവിടെ 4 കുമാരന്മാര് അവരെങ്ങനെയായിരുന്നു? അവർ ആ ബ്രഹ്മജ്യോതിയിൽ ധ്യാനിച്ചിരിക്കുകയായിരുന്നു. But when they went to Vaikuntha and they smelled the tulsi leaves and the tulsi flower, manjari, at the lotus feet of the Lord, their mind changed. They became from then on worshippers of Krishna. അപ്പോൾ എന്താണ് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ച തുളസി മഞ്ജരികള് ഈ 4 കുമാരന്മാര് ബ്രഹ്മജ്യോതിയില് ധ്യാനിച്ചിരുന്ന ആ 4 കുമാരന്മാര് ആ തുളസി മഞ്ജരികള് എന്താണ് സ്മെല്ല് ചെയ്തപ്പോ അവർക്ക് എന്താണ് അവര് ആ സമയം തന്നെ അവര് കൃഷ്ണന്റെ ഭക്തന്മാരായി മാറുകയായിരുന്നു. So worship of Krishna is higher than this worship of this Brahman, this Advaita, merging with the Lord. അപ്പോ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? കൃഷ്ണനെ ആരാധിക്കുക എന്ന് പറയുന്നത് ഈ അദ്വൈത ആ സിദ്ധാന്തം പറയുന്നതിനേക്കാൾ ഉപരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃഷ്ണന്റെ ആ ഒരു ബ്രഹ്മജ്യോതിയെ ആരാധിക്കുന്നതിലും ഉപരിയാണ് കൃഷ്ണനെ നമ്മൾ ആരാധിക്കുന്നത്. So to worship Krishna is very simple. You just have to chant Hare Krishna. അപ്പൊ കൃഷ്ണനെ ആരാധിക്കുക എന്ന് പറയുന്നത് തന്നെ എന്താണ്? വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. Very easy to do that. Rather than doing all this meditation on the light and all, as Krishna said, it's very difficult. അപ്പോൾ ഈ ഒരു രൂപമില്ലാത്ത ഒരു ശൂന്യതയെ ധ്യാനിക്കുന്നതിനേക്കാൾ നല്ലത്, ശൂന്യമായിട്ടുള്ള പ്രകാശത്തെ ധ്യാനിക്കുന്നതിനേക്കാൾ എളുപ്പം കൃഷ്ണന്റെ രൂപത്തെ തന്നെ ധ്യാനിക്കുന്നതാണ്. അത് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ശൂന്യതയെ ധ്യാനിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. Yes, is that understood? What is this Advaita? അപ്പോൾ എന്താണ് അദ്വൈതം എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. I think all gone. No question. I mean, they understand, no understand. Hello? Hare Krishna. No response. You can unmute and say. ഹരേ കൃഷ്ണ. ഇന്ന് ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ പ്രഭു. Nobody is saying anything. Very quiet. Hello. Majority left. Hare Krishna. Hare Krishna. So you understand, Mr. Sudhakaran? Sudhakaran Prabhu.
എന്തെറ്റി? Yes. Okay, I guess they said, I'm sure they've understood that worship of Krishna is much more better than meditating on the Advaita philosophical point of merging with the Lord, huh? യെസ് പ്രഭു. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. What is the doctor? Doctor has got something to say. ഡോക്ടർ ദിവ്യ മാതാജി, ഷീ മേ ബി. ദിവ്യ മാതാജി, ഹരേ കൃഷ്ണ. Is that Mataji who is Subhadra, is it? Yeah, Subhadra Mataji could not connect the you. What happened, I don't know. Audio is not connecting for her. Okay, then thank you very much for your time with us. ഓക്കെ, ഇന്ന് ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. Hare Krishna, all glories to you, huh? Doing a good job of translating. Did you understand? യെസ് പ്രഭു, I could understand. Yeah, I said wrong actually. No, you're doing very well. Okay, Hare Krishna, all glories to all of you. Oh, Sudhakaran came back. Sudhakaran came back. Some maybe any network problem, Prabhu. Oh, did you understand, Mr. Sudhakaran? That audio is not connected, Prabhu. Sudhakaran Prabhu. Oh, they also not connected. Okay, then all glories to everybody. Hare Krishna, huh? Hare Krishna, Prabhu. Please accept my humble obeisance. All glories to Sri Lanka. All glories to. Thank you, Prabhu. Hare Krishna.